നമ്മൾ കുറേ ഡിഫിക്കൽട്ടായ ഓരോരോ സ്കില്ലിന്റെ വേക്കിൽ പോകുന്നതിന് വർക്ക് നമ്മൾ ഒരു എഫക്റ്റീവായ ഏറ്റവും ഈസി ആയ ഒരു സ്കില്ല് നമ്മൾ മറന്നു പോകുന്ന ഇതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേക്ക് ഷൂട്ട് സ്കില്ല്, നമ്മൾ ഫേക്ക് ആയിട്ട് അടിക്കുന്ന പോലെ ആക്കിയിട്ടുള്ള സ്കില്ലിന് നിങ്ങൾ അതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം കളിയിൽ. കാരണം എന്താ വെച്ചാൽ അതൊരു സ്ട്രൈക്കർക്ക് മാത്രമല്ല, ഒരു ഡിഫൻഡർക്കാണെങ്കിലും ഒരു ഗോൾ കീപ്പർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏറ്റവും സുഖമായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ലാണ് ഫേക്ക് ഷോട്ട് സ്കില്ല്. അപ്പോൾ അത് എന്തുകൊണ്ട് എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തീരുമാനങ്ങളാണ്. അടിക്കുക അല്ലെങ്കിൽ ഫേക്ക് ചെയ്യുക. അവിടെ അതല്ലേ ഉള്ളൂ. ഒരു ഫേക്ക് ഷോട്ട് സ്കില്ലിന് അടിക്കുക അല്ലെങ്കിൽ ഫേക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഓപ്പണന്റ് എടുക്കിയ ബോളിൽ നമ്മൾ പോയി അവിടെ നിൽക്കാൻ പോകുന്നു. നമ്മൾ ആ ബോളിന് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് പാസ് കൊടുക്കുന്ന പോലെയല്ല അടിക്കുന്നത്. അവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടം വരെ പോയത് വേസ്റ്റായി. നമ്മൾ ഓപ്പണന്റ് എടുക്കിയ ബോളിൽ നമ്മൾ അവിടെ പോയി അവിടുന്ന് അവൻ അടിച്ചു കഴിഞ്ഞാൽ അവിടം വരെ പോയ ബോൾ വേസ്റ്റായി. അപ്പോൾ ആ അടി നമ്മൾ അടിക്കാൻ നോക്കുമ്പോൾ ആ അടി മാക്സിമം നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അവിടുന്ന് ബോൾ കിട്ടിയില്ലെങ്കിൽ ബോൾ ലോങ്ങിലെത്തു, പിന്നെ അത്രയും അവിടുന്ന് തിരിച്ചെങ്ങനെയെങ്കിലും അവരെ ബാക്ക് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അടിക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ അടി എന്തായാലും അവിടെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ആ അടി ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേക്ക് ഇടാം. മനസ്സിലായോ? അപ്പോൾ ആ ഫേക്ക് ഇട്ടായിട്ട് വേണമെങ്കിൽ അടുത്ത അടി അവിടെ വേണമെങ്കിൽ നമുക്ക് ഫേക്ക് ഇടാം. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് അടിക്കാം, ഫേക്ക് ഇടാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ചെയ്യാം. 2-3 ബോൾ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അടിക്കും തീരുമാനിച്ചിട്ട് അവിടെ എന്തായാലും ബ്ലോക്ക് വരും. നിങ്ങൾ എപ്പോഴും ഫേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മേത്തുള്ള ആ ഒരു വിശ്വാസം മുഴുവൻ എന്തായാലും അടിച്ചു കളയുന്നുള്ളതായിരിക്കും, ഇല്ലെങ്കിൽ എന്തായാലും ഫേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് ഈ സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ എപ്പോഴും നിങ്ങൾക്ക് ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സാധാരണ സ്കില്ലിനെ കാര്യം ഇത് എന്തുകൊണ്ടാണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു സ്കില്ല് എടുത്തിട്ട് പോകുന്നത് എപ്പോഴും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോള് എടുത്ത് സ്കിൽ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അവിടെ ഒരു ടാക്കിളിൻ്റെ വന്നിട്ട് ഒന്നും ആവശ്യമില്ല. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർഡ് ചെയ്ത് ബാക്കോട്ട് പോയാൽ തന്നെ മതി. നിങ്ങൾ ഒരു സ്കില്ല് നമ്മൾ ഓപ്പണന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഗാർഡ് ചെയ്ത് എത്ര വേണമെങ്കിലും ബാക്കോട്ട് പോവാം. അവിടെ അത്ര ഡേഞ്ചർ ആയിട്ടില്ല. പക്ഷെ അടി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഗോൾ പോസ്റ്റിന് മുമ്പിലാണെങ്കിൽ അടിച്ചാൽ അത് ഗോളായി പോകും. അപ്പോൾ മാക്സിമം ആ ഒരു ഷോട്ടിനെ അവർ ഗാർഡ് ഉണ്ട്. ചിലപ്പോൾ സ്ലൈഡ് ചെയ്യൂ, ചിലപ്പോൾ കാല് വെക്കൂ, എന്തെങ്കിലും ഒരു മൂവ് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ഫേക്കായിട്ട് അടിക്കാൻ നോക്കുമ്പോൾ. അപ്പോൾ ആ ഫേക്കായിട്ട് ആ ഒരു മൂവ് മതി നമുക്ക് എടുത്തിട്ട് ബോൾ മുന്നോട്ടേക്ക് പോകാനോ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റിയിട്ട് അടിക്കാനോ. അപ്പോൾ ഈ ഒരു സ്കില്ലിന് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ഏതൊരു പ്ലെയർ ആണെങ്കിലും ഗോൾ കീപ്പർ ആണെങ്കിലും നിങ്ങൾ ചില കളിയെല്ലാം കണ്ടോ, ഗോൾ കീപ്പർ ഇത്ര സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ഫേക്ക് ഷോട്ട് ഇട്ടിട്ട് വലിയ വരുന്ന പ്ലെയറെ തന്നെ കട്ടയിൽ സുഖമായിട്ട് ഇപ്പുറം പാസ് കൊടുക്കുന്ന കളിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും പഠിക്കണം. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു പഠിക്കുക. ഈ ഒരു സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്കില്ലാണ്. നിങ്ങൾക്ക് കളിയിൽ ഏത് സമയം എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫേക്ക് മാത്രം ഇട്ടുകൂടാ. നമ്മൾ അടിക്കുകയും വേണം, ഫേക്ക് കൂടുന്നത് രണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടായാലേ നമ്മൾ ഓപ്പണന്റ് നമ്മളെപ്പോഴും ഒരു കൺഫ്യൂഷൻ രീതിയിൽ തന്നെ നിൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ നാളെ കാണാം. ടാറ്റ.